ഇന്ന് എല്ലാവരും ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെല്ലാവരും ആഘോഷിക്കുകയാണ്. അതുപോലെ കേരളത്തിന് പുറത്തുള്ള എല്ലാവരും എല്ലാം കഴിയുന്ന മാതിരി മലയാളികൾ പൊങ്കാല ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവരും അവരുടെ മകളും പിന്നെ കൂട്ടുകാരുടെ മകളൊക്കെ ആയിട്ട് അവർ ഇവിടെ രണ്ടുപേര് പൊങ്കാല ഇടുന്നുണ്ട്. അവരുടെ വീട്ടിൽ മുകളിലാണ് വന്നിരിക്കുന്നത്, ടെറസിലാണ് അവർ പൊങ്കാല ഇടാൻ നമുക്ക് നിർവാഹമുള്ളൂ. അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും അവർ ടെറസിൽ പൊങ്കാല ഇടാൻ പറ്റുന്ന മാതിരി അവർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇക്കൊല്ലം ഭംഗിയായിട്ട് പൊങ്കാല ഇട്ടു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് നിങ്ങളെ പങ്കുവയ്ക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അവർ കൊല്ലം തിരുവനന്തപുരം സ്വദേശികളാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ പൊങ്കാലയെ പറ്റി പറയാനുണ്ടായിരിക്കും. അപ്പോൾ അവരായിട്ട് നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ. ഞാനും ഉത്തർപ്രദേശിലാണ് താമസിക്കുന്നത്. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ വർഷങ്ങളിലും ഞാനിവിടെ ടെറസിൽ പൊങ്കാല ഇടാൻ ശ്രമിക്കാറുണ്ട്. അതേപോലെ ഈ വർഷവും ദേവിയുടെ അനുഗ്രഹത്താൽ ഞാൻ ടെറസിൽ പൊങ്കാല ഇടുന്നു. എൻ്റെ മോളും എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും രണ്ടുപേരും 12th CBSE ബോർഡ് എഴുതുന്ന കുട്ടികളാണ്. അവർക്ക് അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ ഇപ്രാവശ്യം ബോർഡ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് അമ്മയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മ അത് സാധിച്ചു തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതേവരെ കേരളത്തിൽ പോയി പൊങ്കാല ഇടാൻ 23 വർഷമായി ഉത്തർപ്രദേശിലാണ് ഞങ്ങളുടെ താമസം. അത് കാരണം ഇതേവരെ കേരളത്തിൽ പോയി പൊങ്കാല ഇടാൻ സാധിച്ചിട്ടില്ല. എന്നാലും കഴിയുന്ന എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ ടെറസിൽ പൊങ്കാല ഇടാറുണ്ട്. അതിന് ദേവി ഇത്രയും വർഷം ഞങ്ങളെ അനുഗ്രഹിച്ചത് അമ്മേ നാരായണ, ദേവി നാരായണ. യജ്ഞപ്രിയ, യജ്ഞകർത്തി, യജമാന സ്വരൂപിണി, ധർമാധാര, ധർമ്മരക്ഷ, ജനധാന്യവർദ്ധിനി, വിപ്രപ്രിയ, വിപ്രരൂപ, വിശ്വപരമകാരിണി, വിശ്വമാവ, വൈഷ്ണവി, വിഷ്ണു. അരി തിളയ്ക്കാറായി. അങ്ങനെ നമ്മുടെ പൊങ്കാല തിളച്ച് തൂയിരിക്കുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അങ്ങനെ 2 പൊങ്കാലയും ഇവിടെ തിളച്ച് തൂവിയിരിക്കുകയാണ്. ഇനി അടുത്തത് അതിലേക്ക് ശർക്കര പകരുകയാണ്. രണ്ടുപേരും മാല എടുത്തത് ഇടും. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് 2024. എൻ്റെ ബാല്യകാലത്ത് അമ്മയുമായിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ 1 കിലോമീറ്റർ റേഡിയേഷൻ എങ്ങോട്ടായിരുന്നു പൊങ്കാലിട്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് വർദ്ധിച്ച് സിറ്റി മൊത്തമായിട്ടുണ്ട്. ഇപ്പം ലേഡീസിൻ്റെ ശബരിമല എന്നറിയപ്പെടുന്ന പൊങ്കാല ദേവി ഞങ്ങളിവിടെ പൊങ്കാലയിട്ടു. ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്താണ്. ഇപ്പം താമസിക്കുന്നത് ഗാജിവാതിലാണ്. ഞങ്ങൾ ഇന്ന് പൊങ്കാല തിരുവനന്തപുരത്ത് ഇടാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടുത്തെ ടെറസിൽ ഞങ്ങൾ പൊങ്കാല ഇട്ടിരിക്കുകയാണ്. പൂർവാധികം ഭംഗിയായി ഞങ്ങൾ ടെറസിൽ പൊങ്കാല ഇടാൻ സാധിച്ചു. അടുത്ത വർഷം ദേവി സഹായിച്ചാൽ ആറ്റുകാലിൽ അല്ലെങ്കിൽ ആറ്റുകാലിൻ്റെ പരിസര പ്രദേശമുള്ള തിരുവനന്തപുരത്ത് തന്നെ പൊങ്കാല ഇടാൻ സാധിക്കുമെന്ന്
പ്രാർത്ഥിക്കുന്നു. അറിയില്ല, എല്ലാം ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, ഈ ലോകത്തിലെ എല്ലാവർക്കും തന്നെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.